ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ശിവകാർത്തികേയനെ നായകനാക്കി സുധാ കോങ്കര സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന SK25 ഒരു അപ്ഡേറ്റ് ഇന്ന് വരുമെന്നൊരു അപ്ഡേറ്റ് ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നല്ലോ. ആ അപ്ഡേറ്റ് ഇന്ന് വന്നിരിക്കുകയാണ്. അത് പ്രകാരം നാളെ വൈകിട്ട് 4 മണിക്ക് സിനിമയുടെ അടുത്ത വമ്പൻ അപ്ഡേറ്റ് വരുമെന്നൊരു അപ്ഡേറ്റ് ഇന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കാം നാളെ വരാനിരിക്കുന്ന അപ്ഡേറ്റിനായിട്ട്. രവി മോഹൻ നായകനെത്തുന്ന 34ാമത്തെ സിനിമ ഡാഡ എന്ന സിനിമയുടെ സംവിധായകൻ സംവിധാനം ചെയ്യുന്നു. ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ടീസർ നാളെ രാവിലെ 11 മണിക്ക് പുറത്തു വരുന്നതാണ്. മാർക്കോയ്ക്ക് മുന്നേ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ മാർക്കോയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഉണ്ണി മുകുന്ദൻ സിനിമയാണല്ലോ ഗെറ്റ് സെറ്റ് ബേബി. ഈ ഫെബ്രുവരി മാസം അവസാനത്തോടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനം അണിയറയിൽ ഒരുങ്ങുന്നു. ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുക ആശീർവാദ് സിനിമാസ് ആയിരിക്കുമെന്നൊരു റിപ്പോർട്ട് സൂചനയായി ഉണ്ണി മുകുന്ദൻ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. കിഷ്കിന്ദ കാണ്ഡത്തിന് ശേഷം ജോബി ജോർജ് നിർമ്മിച്ച തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന അടുത്ത മലയാളം സിനിമയാണ് നാരായണന്റെ 3 ആൺമക്കൾ. ചിത്രം ഫെബ്രുവരി 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. ജോജു, അലൻസിയർ, സുരാജ് വെനാറമോട് തുടങ്ങിയവർ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് റിലീസ് ആയിരിക്കുകയാണ്. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമകളിലൊന്നാണ് ഒരു ജാതി ജാതകം. ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ നായകനായി എത്തുന്നു. ജനുവരി 31-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ട്രെയിലറും ഇന്ന് റിലീസ് ആയിരിക്കുകയാണ്. അങ്ങനെ ടർബോയ്ക്ക് ശേഷം വീണ്ടും ഒരു പക്ക മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമയിൽ അഭിനയിക്കാനായിട്ടിരിക്കുകയാണ് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടി ചേട്ടൻ. നിതീഷ് സഹദേവ് സംവിധാനം ചെയ്യുന്ന സിനിമ ഒരു മാസ് കൊമേഴ്ഷ്യൽ സിനിമയായിരിക്കുമെന്നാണ് വിവരം. ചിത്രം മഹേഷ് നാരായണൻ സിനിമയ്ക്ക് ശേഷം ഷൂട്ടിംഗ് ആരംഭിക്കുന്ന അടുത്ത മമ്മൂട്ടി സിനിമയാണ്. രാജമൗലിയുടെ സംവിധാനത്തിൽ മഹേഷ് ബാബു നായകനെത്തുന്ന സിനിമയാണല്ലോ SSMB 29. ചിത്രത്തിൽ നമ്മുടെ പൃഥ്വിരാജ് അഭിനയിക്കുന്നുവെന്ന് കഴിഞ്ഞ വർഷം മുതലേ നാം കേട്ടുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടാണ്. ഇന്നിപ്പോഴത്തെ പൃഥ്വിരാജിനെ മാറ്റി പകരം സിനിമയിൽ ജോൺ എബ്രഹാം അഭിനയിക്കുന്നു എന്ന തരത്തിലുള്ള റൂമേഴ്സ് അന്യഭാഷ മീഡിയാസ് പുറത്തുവിട്ടിരുന്നു. എന്നാൽ അത് പൂർണ്ണമായിട്ടും തെറ്റാണ് എന്ന് നിലവിൽ പ്രേക്ഷകരെ അറിയിച്ചു കൊള്ളട്ടെ. മാർച്ച് മാസം മുതൽ പൃഥ്വിരാജിന്റെ സിനിമയിലെ രംഗങ്ങളുടെ ചിത്രീകരണം ആരംഭിക്കും. 100 ദിവസത്തെ ഡേറ്റാണ് പൃഥ്വിരാജ് രാജമൗലിക്കായിട്ട് നൽകിയിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിന്റെ ഏറ്റവും വലിയ താരം ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന മലയാളത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സിനിമയാണല്ലോ L2 എമ്പുരാൻ. സിനിമയുടെ ടീസർ ഇക്കഴിഞ്ഞ ഞായറാഴ്ച പുറത്തു വന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറി എന്നത് മാത്രമല്ല, ഇപ്പോഴത്തെ തിയേറ്റർ ഉടമകൾക്കിടയിൽ സിനിമ വലിയ ഡിമാൻഡ് നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. സിനിമയ്ക്ക് അതിരാവിലെ ഏർലി മോർണിംഗ് ഷോസ് വേണം എന്നൊരു ആവശ്യം തിയേറ്റർ ഉടമകൾ ഇങ്ങോട്ട് ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് മറ്റൊരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു അതിരാവിലെ 7 മണിക്കെങ്കിലും സിനിമയ്ക്ക് ഷോ വന്നാൽ ഉറപ്പായിട്ടും സിനിമ റെക്കോർഡ് കളക്ഷൻ നേടിയെടുക്കുമെന്ന്. ഇപ്പോഴത്തെ അതിരാവിലെ 7 മണിക്കല്ല, അതിരാവിലെ 5 മണിക്ക് സിനിമയ്ക്ക് ആദ്യ ഷോ കേരളത്തിൽ ആരംഭിക്കാനായിട്ട് നിലവിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. മാർച്ച് 27-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ കേരള തിയേറ്റർ ചാർട്ടിങ്ങും റിലീസിന് 2 മാസങ്ങൾക്ക് മുന്നേ ഇപ്പോഴത് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. 500 മുതൽ 600 സ്ക്രീനുകൾ ആദ്യ ദിവസം സിനിമയ്ക്ക് ഉണ്ടായേക്കുമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ എമ്പുരാൻ വാർത്തകൾക്ക്.